നമ്മുടെ കയ്യിലൊരു സാധനം കിട്ടിയിരുന്നു. ഇതാണ് ഐറ്റം. അടുത്തോട്ടോ, ഇതാണ് സാധനം. ബെല്ലാരി നല്ല പേട സാധനമാണ്. ഇതിൽ ഇനി കുറച്ച് പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. മോനെ ജാതി സാധനം. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആ ഒരു ശിഥിരമില്ലേ, ആ ഒരു സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു, നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്, ആ ഒരു ഫിനിഷിങ് നിങ്ങൾ കണ്ടില്ലേ? അയ്യോ എനിക്ക് വയ്യ കേട്ടതേ. ഈ സാധനം നമുക്ക് പറ്റിയൊരു സാധനമാണ്. ഇതിൽ വെയ്റ്റ്ലെസ് ആണ്. ഇത് ഏകദേശം ഒരു 850 ഗ്രാമാണ് ഇതിന് വരുന്നത്. ഇതിൽ നെഗറ്റീവ് പറയാനൊന്നുമില്ല. ഇത് ഞാനൊരു ബിഗ് ഹിറ്റ് എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു ചെറിയ ഡിഫൻസിന് വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ബിഗ് ഹിറ്റും ഇതുവരെ എടുത്തിട്ടില്ല. അത് എടുത്താലേ നമുക്ക് ബാക്കി പറയാൻ പറ്റും. പക്ഷേ വേണ്ട സാധനം ഒരു പക്ഷേ നമുക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഒന്നും പറയില്ല. ആ ഒരു ഇത് തന്നെ ഒരു ഭയങ്കര എടുപ്പാണ്. എൻ്റെ മോയെ ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ബോളുണ്ട്, ഒരു ബോൾ സഹോദര, ഒരു ബോളാണ്. സാധാരണ സ്റ്റിച്ച് ബോളിലൊക്കെ ഇങ്ങനെ സീസൺ ചെയ്യുന്നത്. പക്ഷേ ടെന്നീസ് അന്ന് ഷോയ്ക്ക് വേണ്ടി സീസൺ ചെയ്യും. സ്റ്റിച്ചിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു ബാറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ തന്നെ ബോളൊന്ന് പമ്പാക്കാം. നമുക്കത് മനസ്സിലാവും. നമുക്ക് പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലെയർ എന്നത് മനസ്സിലാവും. സ്റ്റിച്ചിൻ്റെ നല്ല കോർക്ക് ബാറ്റ് എത്രത്തോളം ഇതുണ്ട് അതുണ്ടെന്നൊക്കെ നമുക്കറിയാമെങ്കിൽ നമ്മൾ കോർക്ക് ബോൾ ഇട്ടേനെ ഇങ്ങനെ പോകാം. ഇതിപ്പോൾ ടെന്നീസ് ബോളാണ്, ഇതതിൻ്റെ ആവശ്യമില്ല. ഏതാ വരുന്നവും ഏകദേശം 2300 രൂപ. ഇതിൽ ആകെ എൻ്റെ ഒരു ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇതിനെന്താണെന്ന് ഗ്രിപ്പ്. ആ ഒരു ഗ്രിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് വെറും പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. അതെനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് വേറൊരു സാധനമാണ്. അത് ഞാൻ എന്തായാലും മോഡിഫൈ ചെയ്ത് എടുത്തു. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വരും മാച്ചിന് പോയിട്ട് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ ഒന്നും പറയാനില്ല. ഞാൻ 2-3 ഡിഫൻഷ്യൽ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ക്യാച്ചും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വരും വീഡിയോകൾ എന്തായാലും ഷെയർ ചെയ്യും.